ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിസർവ്സ് ക്രിയേഷൻ. കുറേ കാലമായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ സോയിൽ ക്ലേ ഉണ്ടാക്കാൻ നോക്കാം. അത് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ സോയിൽ ക്ലേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ല ഉണ്ടാക്കണത്, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ സോയിൽ എടുക്കുന്നുണ്ട്. അത് മേലത്തെ സോയിൽ എടുക്കാൻ പാടില്ല, കുറച്ചൊന്ന് അടിക്ക് പോയിട്ട് എടുക്കുക. അത് ഞാൻ കുറേ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ ഫുള്ളൊന്ന് വെള്ളം നിറച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കട്ടൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റിന് അതൊന്ന് അവിടെ വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കട്ടൊക്കെ തന്നെ പൊട്ടിപ്പോരും. പിന്നെ എൻ്റെ വീട്ടിലത്തെ സോയിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ സോയിൽ വെച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു ബക്കറ്റ് എടുക്കുക, അതിൻ്റെ മേലെ തോർത്ത് വെച്ചിട്ട് കയറ് വെച്ചൊന്ന് കെട്ടിയെടുക്കുക. പിന്നെ ഒരു കപ്പോ പാത്രമോ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ സോയിൽ, ആ ചെളിവെള്ളം ഈ ഒരു തോർത്തിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചെടുക്കുക. ഫുൾ ഒഴിച്ചെടുക്കുക. അവസാനം ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ച് മണ്ണ് ബാക്കി ഉണ്ടാവും, അതിക്കും വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഫസ്റ്റത്തെ അരിച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്തോ. അപ്പോൾ നല്ല അതിൻ്റെ ഉള്ളിലത്തെ സാൻഡും പിന്നെ കുറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ഒന്ന് പോവും. പിന്നെ ഞാൻ ആ തോർത്ത് മാറ്റിയിട്ടൊരു ഷാളാക്കണുണ്ട്, കാരണം തോർത്തി കുറേ നേരം പിടിക്കുന്നുണ്ട്. ഈ ഒരു സോയിൽ ക്ലേ ഉണ്ടാക്കാൻ ടോട്ടൽ എനിക്ക് 2 ഡേയ്സാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ 2 പ്രാവശ്യം ഈ അരിച്ചെടുത്ത ഈ സോയിൽ വാട്ടർ ഒന്ന് 2 മണിക്കൂറിനൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിക്ക് ക്ലേ സെറ്റിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കപ്പ് വെച്ചിട്ട് ഒന്ന് മാറ്റിയെടുക്കുക. അവസാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ട് അതിൽ വെള്ളം ഫുള്ളൊന്ന് ഊറ്റിയെടുക്കുക. ഞാൻ ഫുള്ളായിട്ടൊന്ന് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അത് 2 കിഴിയായിട്ട് കെട്ടിടുക. അത് ഒരു 6 hour ഫുള്ള് വെക്കണം, എന്നാലേ നല്ല രീതിക്ക് കിട്ടുള്ളൂ. അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറ്റിയിട്ട് ലാസ്റ്റ് ക്ലേ മാത്രമായിട്ട് കിട്ടും. അത് ഞാൻ വൈകിട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ പിറ്റേന്ന് രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യണേ ഞാനും എൻ്റെ ദീദിയുമാണ്. പിന്നെ ആ 2 കിഴിയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ക്ലേ കിട്ടിയിട്ടുണ്ടാവും. അതൊരു 3-4 ഹവറിനൊന്ന് ഉണങ്ങാൻ വെക്കുക. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടി വെക്കാൻ പാടില്ല, ഒരു തണലുള്ള ഭാഗത്തൊക്കെ വെച്ചോ. ഞാൻ ഈ ഒരു ഷെഡ് ഭാഗത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈ എടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, നല്ല സോഫ്റ്റ് ആയിരുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മേലെ ലൈൻസൊക്കെ വരച്ചെടുക്കണം, എന്നാലേ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ 1 hour കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്ക് സൈഡും ഒന്ന് ഡ്രൈ ആയി കിട്ടും. പിന്നെ എൻ്റെ ഷൂട്ട് ചെയ്യാൻ അത്ര സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോസൊക്കെ എടുത്തത്. അതുകൊണ്ട് കുറേ തെറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ കുറേ ലോങ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റും കേട്ടോ. പിന്നെ അത് ആ തോർത്തി വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതൊരു 1 hour വെച്ചിട്ട് ഫുള്ളായിട്ട് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സോയിൽ ക്ലേ ഞാൻ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത്. ചിലവരൊക്കെ കുറേ ദിവസം കൊണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ദിവസം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനെന്തായാലും 2 ദിവസം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത് നല്ലതായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് 2 കവറിലായിട്ട് ഒന്ന് പാക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചെടുത്താലും മതി. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് വെച്ച് അടിപൊളി ക്രാഫ്റ്റൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളത്തെ വീഡിയോ. ബൈ.